Hi guys, welcome back. So now we are discussing about IPA. What is IPA? IPA is known as International Phonetics Alphabet. These symbols help us to represent actual sounds of English words, not just how they are spelled. നമുക്കൊരിക്കലും സ്പെല്ലിംഗ് വെച്ച് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് മലയാളികൾ എന്ത് പറയുകയാണെങ്കിലും കുറച്ച് നീട്ടി പറയും. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരാളുടെ പേര് വിളിക്കുകയാണ്. പേര് വിളിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു നീട്ടം വരും. സംഭവം ഒരു ആൽബിൻ. സോ എക്സാമ്പിൾ ആൽബിൻ. ആൽബിൻ ഷോർട്ടാണ്. നമ്മളത് എന്താ ചെയ്യുക? ആൽബിനെ ലാസ്റ്റ് ആൽബിനെ ജസ്റ്റ് നീട്ടുന്നു. നിങ്ങൾക്കത് ആ ഒരു ഉച്ചാരണ രീതി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സംഭവം നമ്മളത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അല്ല. നമ്മളൊരു ഫോറിൻ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന രീതി നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അയാൾ കറക്റ്റ് പ്രൊണൗൺസിയേഷനാണ് നടത്തുന്നത് ഇംഗ്ലീഷിലൂടെ. ഇംഗ്ലീഷാണോ അയാൾ എന്ത് തേങ്ങ പറയുന്ന പോലും നമുക്ക് മനസ്സിലാവില്ല. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പഠിച്ച രീതിയുടെ മിസ്റ്റേക്കാണ്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ടീച്ചേഴ്സൊന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷിൻ്റെ എ ടു സെഡിന് പോയിൻ്റ് പഠിപ്പിച്ചു കൊടുക്കണം. എന്നെയൊക്കെ പഠിപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കുറച്ചൊക്കെ അറിയാം. പക്ഷേ എഴുതാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഈ IPA പഠിച്ച് അത്യാവശ്യം സെറ്റായി. അതായത് ഞാൻ 10 വരെ ഈ ഫണറ്റിക്സും കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഗ്രാമർ ടീച്ചർമാർ പഠിപ്പിക്കും, പക്ഷെ കുറച്ചേ പഠിപ്പിക്കുള്ളൂ. അതെന്താ എനിക്കറിയത്തില്ല. ഞാൻ ഈ നമ്മുടെ ഈ സ്റ്റഡി കാര്യങ്ങളൊക്കെ ഇല്ലേ, ടീച്ചർമാർ ടീച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എനിക്കൊരു തേങ്ങയും മനസ്സിലാവുന്നില്ല ടീച്ചർമാർ പറയുന്നത്. സംഭവം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം ടീച്ചർമാർ എന്താ ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരെ വായിക്കാൻ പഠിപ്പിക്കുക. സ്പെഷ്യൽ ക്ലാസ് വെച്ച് പഠിപ്പിക്കുക. അല്ലാണ്ട് വായിക്കാൻ അറിയാത്തവരെ നമ്മളിപ്പം ഞാനൊക്കെ ഇംഗ്ലീഷ് എക്സാം എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വേർഡ്സ് അതായത് കുറച്ച് സ്പെൽസ് ഉണ്ടാവുമല്ലോ, ആ സ്പെൽസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാണ് ഞാൻ ഇംഗ്ലീഷ് പാസ്സായത്. ഇംഗ്ലീഷ് ഞാൻ പാസ്സായിട്ടോ. എനിക്ക് C+ കിട്ടി. 10ാം ക്ലാസ്സിലേക്ക് C+ കിട്ടി. ഞാൻ ജസ്റ്റ് പാസ്സാണ്. പക്ഷേ പിന്നെ അതിന് ശേഷം ഞാൻ IPA പഠിച്ചു. IPA പഠിച്ച് കഴിഞ്ഞപ്പം അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. സോ ആ കാര്യങ്ങളാണ് ഞാൻ